സംസ്ഥാനത്ത് ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആണ്. 7 ജില്ലകളിലായി 70.1% പോളിംഗ് രേഖപ്പെടുത്തി. ജില്ലകളിൽ എറണാകുളമാണ് മുന്നിൽ. കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിനിടെ കിഴക്കമ്പലത്തും തിരുവനന്തപുരത്തും നേരിയ തരത്തിൽ സംഘർഷമുണ്ടായി. രാവിലെ 7 മണി മുതൽ തന്നെ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ മികച്ച പോളിംഗ് ആണ് തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിലും രേഖപ്പെടുത്തിയത്. ചുരുക്കം ചില കേന്ദ്രങ്ങളിൽ ഇത്തവണയും വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കി. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 3 കോർപ്പറേഷനുകളിൽ കൊല്ലത്താണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്താണ് കുറവ് പോളിംഗ്. കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളിൽ പോളിംഗ് 60% കടന്നു. 7 ജില്ലകളിൽ എറണാകുളത്താണ് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും ഭേദപ്പെട്ട പോളിംഗ് ഇത്തവണയും രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് സമയം അവസാനിച്ച 6 മണിയോടെ ആകെ പോളിംഗ് 70% കടന്നു. കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ശാന്തമായ അന്തരീക്ഷത്തിൽ സമാധാനപൂർവമായിട്ടുള്ള ഒരു പോളിംഗ് ആണ് ഇന്ന് നടന്നത്. പൊതുവെ സമാധാനപരമായിരുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലും എറണാകുളത്ത് കിഴക്കമ്പലത്തും നേരിയ തരത്തിൽ സംഘർഷമുണ്ടായി. കാട്ടാക്കടയിൽ ചിഹ്നം മാറി താമര ചിഹ്നത്തിന് വോട്ട് പതിഞ്ഞതിനെ തുടർന്ന് വോട്ടിംഗ് മെഷീൻ മാറ്റി. എറണാകുളം പള്ളുരുത്തി നമ്പ്യാപുരത്ത് കള്ളവോട്ടിന് ശ്രമിച്ച CPM പ്രവർത്തകൻ പിടിയിലായി. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് കൊടിയിറങ്ങി. വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലാണ് മുന്നണികൾ. 7 ജില്ലകളിലും കൂട്ടലും കിഴിക്കലുകളിലുമാകും ഇനി നേതാക്കളും സ്ഥാനാർത്ഥികളും. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട്, മീഡിയ 1.